ഹായ്, ഞാൻ ഡോക്ടർ ഫരീദ് റഹ്മാൻ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ തലച്ചോറ് ചുരുക്കം വന്നിട്ട് ഉണ്ടാവുന്ന ഒരാളിൽ കാണിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റം വന്ന ഒരാളിൽ നമ്മളുടെ ഒരു ബ്രെയിനിൽ സ്കാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു ഇമേജ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം നോർമൽ ബ്രെയിനിൻ്റെ ഒരു ഇമേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ നോർമൽ ഇമേജിൻ്റെ ഒരു സൈഡിൽ ഹെൽത്തി ബ്രെയിൻ എങ്ങനെ ഉണ്ടാവും, പിന്നെ അതിപ്പോൾ കാണുന്ന അപ്പുറത്തെ സൈഡിൽ തലച്ചോറ് ചുരുക്കം വന്നിട്ടുള്ളതിൻ്റെ ഒരു ഇമേജാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു റിയൽ ഒരു പേഷ്യൻറ്റിൻ്റെ, ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 കൊല്ലത്തിന് മുകളിലായി, ഏകദേശം 5 കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് ഇവർക്ക് ഓർമ്മക്കുറവായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു റീസെൻ്റായിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടാവുക. നമുക്ക് മാനേജ് ചെയ്യാൻ തന്നെ ഒരുപാട് പ്രയാസം. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ക്വാളിറ്റി ലൈഫിൽ നല്ലൊരു മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ഈ സ്കാൻ റിപ്പോർട്ടിൽ ഇപ്പോൾ നല്ലതുപോലെ ചുരുക്കമുണ്ട് ബ്രെയിനിന്. നിങ്ങൾക്ക് അവിടെ ഒരു മനസ്സിലാൻ കുറച്ച് പ്രയാസമുണ്ടാവും, പക്ഷേ നേരത്തെയുള്ള നോർമൽ ഒരു ഇമേജ് കാണിച്ചിരുന്നില്ല. അതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലുള്ള മാറ്റം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ പേഷ്യൻ്റിൽ 4ാമത്തെ സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിപ്പോൾ മക്കളെ തിരിച്ചറിയില്ല, വീട് വിട്ട് ഇറങ്ങി പോകാമെന്നൊരു സിറ്റുവേഷനായിരുന്നു അവർ പറഞ്ഞത്. അതേപോലെ തന്നെ ഭക്ഷണം വായിൽ വെച്ചിരിക്കുക, ഇറക്കാൻ അറിയില്ല, മൂത്രമലൊക്കെ അറിയാതെ പോകുന്നൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ലേറ്റ് ആവാതെ നമ്മൾ നോക്കുക, തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക.